ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡാന്റെയുടെ ഡിവൈൻ കോമഡി എന്ന പോവത്തിലെ ആദ്യത്തെ പാട്ടായ ഇൻഫേർണോ ആണ് പഠിക്കാൻ പോകുന്നത്. അതും ഇൻഫേർണോയുടെ ലൈൻസ് 49 to 102 അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിവൈൻ കോമഡി ഒരു ലോങ് നറേറ്റീവ് പോവമാണ്. അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമുക്ക് പോവറ്റിനെ പറ്റി ഒന്ന് നോക്കാം. ഡാന്റെ ഹി വാസ് എൻ ഇറ്റാലിയൻ പോവറ്റ് ആൻഡ് ഫിലോസഫർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഡിവൈൻ കോമഡി. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് അല്ലെങ്കിൽ മാഗ്നം ഓപ്പസ് എന്നാണ് ഈ ഡിവൈൻ കോമഡിയെ വിശേഷിപ്പിക്കുന്നത്. ആൻഡ് ദിസ് വർക്ക് ഇറ്റ് ഈസ് വൈഡ്ലി കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് സെലിബ്രേറ്റഡ് പോം ഓഫ് ദ മിഡിൽ ഏജസ് ആൻഡ് ഈവൻ ദ ഗ്രേറ്റസ്റ്റ് വർക്ക് ഇൻ ഇറ്റാലിയൻ ലാംഗ്വേജ്. ഇറ്റാലിയൻ ലാംഗ്വേജിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക്, ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്ക്, അതുപോലെ തന്നെ മിഡിൽ ഏജസിൽ കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വർക്കാണ് ഡിവൈൻ കോമഡി. ആൻഡ് ഡാന്റെ ഹി ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് ഇറ്റാലിയൻ ലാംഗ്വേജ് ആൻഡ് ഓഫൺ റെഫർ ടു ആസ് ദ സുപ്രീം പോവറ്റ്. ഇദ്ദേഹം ഇറ്റാലിയൻ ലിറ്ററേച്ചർ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലും ഷേപ്പ് ചെയ്യുന്നതിലുമൊക്കെ ഒരു ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ള ഒരു റോളാണ് അദ്ദേഹം വഹിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ ഫാദർ എന്നാണ്. അതുമാത്രമല്ല അദ്ദേഹത്തെ സുപ്രീം പോവറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇറ്റാലിയൻ ലിറ്ററേച്ചറിലെ 3 ക്രൗൺസ് എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? 3 ക്രൗൺസ് അല്ലെങ്കിൽ ട്രേ കൊറോണി എന്നാണ് അറിയപ്പെടുന്നത്. അതൊന്ന് ഡാന്റെയാണ്, ഒന്ന് പെട്രാക്കാണ്, ഒന്ന് ബൊക്കേഷ്യോ ആണ്. സോ ഹവർ ദിസ് വർക്ക് ഡിവൈൻ കോമഡി, ഇതിൻ്റെ ആദ്യത്തെ കാൻറ്റോ, ആദ്യത്തെ പാട്ടായ ഇൻഫേർണോയിലെ 49 തൊട്ട് 102 വരെയുള്ള വരികളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഇന്നുള്ളത്. പോം ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ അലിഗറി. ഒരു അലിഗറിക്കൽ ആയിട്ടുള്ളൊരു വർക്കാണ്. എന്താണ് അലിഗറി? അലിഗറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോം വിച്ച് റിവീൽസ് എ ഹിഡൻ മീനിങ്, മോസ്റ്റ് പ്രോബബ്ലി എ മോറൽ വൺ ഓർ അറ്റ് ടൈംസ് ഇറ്റ് ക്യാൻ ഓൾസോ ബി പൊളിറ്റിക്കൽ വൺ. അലിഗറി എന്ന് പറയുന്നത് അതിനൊരു ഹിഡൻ ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ടായിരിക്കും. പുറമേ കാണുന്ന ആ ഒരു മീനിങ് ആയിരിക്കില്ല, ഹിഡൻ ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് മോറൽ ആയിട്ടുള്ള ഒരു മീനിങ് ആവാം, ചിലപ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മീനിങ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള മീനിങ്ങും ആവാം. അതിനെയാണ് നമ്മൾ അലിഗറി എന്ന് പറയുന്നത്. എനിവേ, അലിഗറി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമുക്ക് പിന്നീട് വരാം. നമ്മൾ ഈ പോം ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരാം. സോ ദ ഗ്രേറ്റ് റോമൻ പോവറ്റ് വെർജിൽ, who is the author of the Aeneid, is regarded as the major source of inspiration for Dante. ഈ ഡിവൈൻ കോമഡി കമ്പോസ് ചെയ്യുന്നതിൽ ഡാന്റേക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ആ ഇൻസ്പിറേഷൻ്റെ സോഴ്സ് എന്ന് റിഗാർഡ് ചെയ്യുന്നത് ഗ്രേറ്റ് റോമൻ പോവറ്റായ വെർജിലിനെയാണ്. വെർജിലിൻ്റെ പല വർക്ക്സുമാണ്. വെർജിലിൽ നിന്നാണ് അദ്ദേഹം പോവറ്റിക് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടതും അതുപോലെ തന്നെ ലിറ്റററി സ്റ്റൈൽ ഇതെല്ലാം കടമെടുത്തിട്ടുള്ളത് വെർജിലിൽ നിന്നാണ്. സോ ദിസ് വർക്ക് ഡിവൈൻ കോമഡി ഇറ്റ് ഈസ് എ ലോങ് നറേറ്റീവ് പോവം. അതൊരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് കൂടിയാണ്. ആൻഡ് ഇറ്റ് ഓഫേഴ്സ് ദ പോവറ്റ്സ് ഇമാജിനേറ്റീവ് വിഷൻ ഓഫ് ദ ക്രിസ്ത്യൻ കോൺസെപ്റ്റ് ഓഫ് ആഫ്റ്റർ ലൈഫ്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അലിഗറിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ക്രിസ്ത്യൻ കോൺസെപ്റ്റ്, ക്രിസ്ത്യൻ റിലീജിയനിലുള്ള ആഫ്റ്റർ ലൈഫ് എന്നുള്ള കോൺസെപ്റ്റ് അതാണ് ശരിക്കും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ചില ക്രിട്ടിക്സ് പറയുന്നുണ്ട്. അതിന് മറ്റൊരു ഇൻ്റർപ്രിട്ടേഷനും ഉണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനും ഉണ്ട്. പക്ഷേ റിലീജിയസ് ഇൻ്റർപ്രിട്ടേഷനിൽ ചില ക്രിട്ടിക്സ് പറയുന്നത് ഇത് ക്രിസ്ത്യൻ കോൺസെപ്റ്റ് ഓഫ് ആഫ്റ്റർ ലൈഫിൻ്റെ ഒരു അലിഗറിയാണെന്ന്. അതായത് മരണത്തിന് ശേഷം സോൾ ഹെവനിലെത്തുന്നു. അപ്പോൾ ഹെവനിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല. ദ സോൾ ഹാസ് ടു അണ്ടർഗോ എ റിഗറസ് ജേർണി ഇൻ ഓർഡർ ടു റീച്ച് ദ പോയിൻ്റ് ഓഫ് സാൽവേഷൻ. ഇപ്പോൾ സാൽവേഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻറ്റ് ഫേസസിലൂടെ കടന്നു പോയാൽ മാത്രമേ സാൽവേഷൻ അല്ലെങ്കിൽ ഹെവൻ കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഹെവനിലെത്തുന്നതിന് മുന്നേ സോളിന് ആദ്യം ഇൻഫേർണോയിലൂടെ കടന്നു പോകണം. ഇൻഫേർണോ അല്ലെങ്കിൽ ഹെല്ല്, അതിലൂടെ കടന്നു പോകണം. ഹെല്ലിൽ നിന്ന് നേരെ ചെല്ലുന്നത് പൊഗേട്രിയിലേക്കാണ്. പൊഗേട്രി എന്ന് പറഞ്ഞാൽ അത് സിനേഴ്സിനെ പ്ലേസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് വീണ്ടും തിരിച്ച് ഹെല്ലിലേക്ക് വിടണോ അതോ ഹെവനിലേക്ക് വിടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പൊഗേട്രിയിലാണ്. പൊഗേട്രിയിൽ നിന്നാണ് ഹെവനിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇത്രയും കടമ്പകൾ കടന്നാൽ മാത്രമേ ഹെവനിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ആഫ്റ്റർ ലൈഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചില ക്രിട്ടിക്സ് പറയുന്നു. പക്ഷേ ചിലർ ഇതിനൊരു പൊളിറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷനും കൊടുക്കുന്നുണ്ട്. അത് നമുക്കിതിൻ്റെ എൻഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഡിവൈഡഡ്, ദിസ് പോം ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞ അതേ 3 പാർട്സ് തന്നെയാണ്. ഒന്ന്
ഇൻഫേർണോ വിച്ച് ഇസ് ഈക്വലൻ ടു ദ ഹെൽ. പിന്നെ പൊഗറ്റോറിയോ ദറ്റ് ഈസ് ഓൾസോ എ പ്ലേസ് ഫോർ റിപ്പൻറ്റേഴ്സിനെ പ്ലേസ് ചെയ്യുന്ന, സിന്നേഴ്സിനെ പശ്ചാത്താപിക്കാൻ വേണ്ടിയിട്ട്, റിപ്പൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്ന ആ ഒരു സ്ഥലമാണ് പോഗേറ്ററി. ആൻഡ് ഫൈനലി ദ പാരഡൈസോ അല്ലെങ്കിൽ പാരഡൈസ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഹ്യൂജ് മൗണ്ടൻ ആയിട്ടാണ്, ഒരു സൺലിറ്റ് മൗണ്ടൻ. സൂര്യൻ എന്നും ആ മൗണ്ടൻ്റെ മുകളിൽ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ടാവും. അത് ലൈറ്റാണ്. ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗോഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് സാൽവേഷൻ നമുക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. പോവറ്റിൻ്റെ യാത്ര തുടങ്ങുന്നത് ഇൻഫോണോയിലാണ് അല്ലെങ്കിൽ ഹെല്ലിലാണ്. അപ്പോൾ ഹെല്ലിൽ അവിടെ പോവറ്റിനെ ഗൈഡ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പോവറ്റായ വേർജിൽ തന്നെയാണ്. ഈ വർക്ക് എഴുതാൻ അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ നൽകിയ അതേ വേർജിൽ തന്നെയാണ് ഇൻഫോണോയിലും അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം ഈ പോവത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻഫേർണോ ക്രോസ് ചെയ്ത് പൊഗേട്രിയും ക്രോസ് ചെയ്ത് അദ്ദേഹം പാരഡൈസിലെത്തുമ്പോൾ, ഹെവനിലെത്തുമ്പോൾ അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുന്നത് മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ ബിലവഡായ ബിയാട്രിസ് ആണ്. ഈ ബിയാട്രിസ് എന്നുള്ള ലേഡി ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയതാണ്. അദ്ദേഹത്തിൻ്റെ ലവറായിരുന്നു ബിയാട്രിസ്. അപ്പോൾ ഹെവനിൽ പോവറ്റിനെ ഗൈഡ് ചെയ്യുന്നത് ബിയാട്രിസ് ആണ്. സോ ഇറ്റ് റിപ്രസെൻറ്റ്സ് ദ പോവറ്റ്സ് അലിഗറിക്കൽ ജേർണി through the inferno, then through the purgatory and to the paradise. So it is his own journey towards salvation. അപ്പോൾ സാൽവേഷനിലേക്കുള്ള പോവറ്റിൻ്റെ ആ ഒരു ജേർണി, അതാണ് ഇവിടെ ആലിഗറിക്കൽ ആയിട്ടുള്ളൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ ഹ്യൂമൻ ബീയിങ്സും, നമ്മൾ ഓരോരുത്തരും അവസാനം നമ്മൾ ഹെവനിലെത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. മിക്ക റിലിജണിലും അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അൾട്ടിമേറ്റ് സാൽവേഷൻ അല്ലെങ്കിൽ പീസ്, അതിനാണല്ലോ നമ്മളെല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടി നമ്മൾ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. അതിലേക്ക് എത്തുന്നത് വരെ, നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ആ തടസ്സങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ മാറ്റി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. അതിനെ ഇവിടെ ആലിഗറിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ആലിഗറി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒരു സിംബോളിക് വേ ഓഫ് സേയിങ് സംതിങ്, അതാണ് ആലിഗറി. ദ സെക്ഷൻ അണ്ടർ സ്റ്റഡി here is from Inferno, Canto 1, lines 49 to 102. In the first part of the Divine Comedy, we can see that the poet Dante, he is totally lost in the middle of a dark wood, which is symbolic of his sinful life. ഇത് തുടങ്ങുന്നത് തന്നെ പോവറ്റ് ഇങ്ങനെ ഒരു ഡാർക്കായിട്ടുള്ള ഒരു ഇരുണ്ട ഒരു ഫോറസ്റ്റിൽ ഒറ്റപ്പെട്ടു പോകുന്നതായിട്ടാണ്. ആ ഇരുണ്ട ഫോറസ്റ്റ്, ആ ഡാർക്ക് വുഡ് സിംബലൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ സിൻഫുൾ ലൈഫിനെയാണ്. അപ്പോൾ ആ സിൻഫുൾ ലൈഫ്, അതായത് ആ മിഡിൽ പോർഷനിൽ അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ലൈഫിൽ ഏതാണ്ട് മിഡിൽ പോർഷൻ ആയപ്പോഴാണ് ഇത് എഴുതിയത് എന്നും പറയുന്നുണ്ട്. വൈൽ ഹി വാസ് 35 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഏറ്റവും മിഡിൽ അദ്ദേഹം നിൽക്കുകയാണ്. ലക്ഷ്യസ്ഥാനം എന്നുള്ളത് സാൽവേഷനാണ്, ഹെവനാണ്. അപ്പോൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഹെവനിലെത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. സോ ദിസ് മെറ്റഫറിക്കൽ ഡാർക്ക് വുഡ്, ഇറ്റ് റിപ്രസെൻറ്റ്സ് ഹിസ് സിൻഫുൾ ലൈഫ്. That is the kind of sinful life that every human beings undergo at some point of their life. ഇത് എല്ലാ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യത്തിലും ഈ ഒരു പ്രതിസന്ധി അതുള്ളതാണ്. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്, ഒരു തടസ്സം. സിൻഫുൾ ലൈഫിൽ നിന്ന് മോചനം നേടി ഹെവനിലേക്ക് പോകണം. ആ ഒരു ജംഗ്ഷനിൽ നിൽക്കുകയാണ് പോവറ്റ്. അപ്പോഴാണ് പെട്ടെന്ന് പോവറ്റ് കാണുന്നത് ലക്ഷ്യസ്ഥാനം ഒരുപാട് ദൂരെയല്ല. He could now see a sunlit mountain which was a symbolic representation of heaven. ഹെവനെ സിംബലൈസ് ചെയ്യുന്ന ഒരു സൺലിറ്റ് മൗണ്ടൻ അദ്ദേഹത്തിന് ഇപ്പോൾ കാണാം. അപ്പോൾ അവിടെയാണ് പോവറ്റിന് എത്തേണ്ടത്. പക്ഷേ പോവറ്റിന് ആ മൗണ്ടൻ ക്ലൈംബ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ക്ലൈംബ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല. ക്ലൈംബ് ചെയ്യാൻ സാധിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. മെയിൻ ആയിട്ടുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ 3 വൈൽഡ് ആനിമൽസ് ആണ്, 3 വൈൽഡ് ബീസ്. ഈ 3 വൈൽഡ് ബീസും അദ്ദേഹത്തെ പേടിപ്പിക്കുന്നു. ആൻഡ് നൗ ഹീസ് ഫോഴ്സ്ഡ് ടു റിട്രീറ്റ് ടു ദ സെയിം ഓൾഡ് ഡാർക്ക് വുഡ്സ്. തിരിച്ച് വീണ്ടും പാപത്തിൻ്റെ ആ ഒരു ലൈഫിലേക്ക് അദ്ദേഹം പേടിച്ച് പിന്മാറുകയാണ് ചെയ്യുന്നത്. കാരണം മുന്നിൽ 3 വൈൽഡ് ബീസ്റ്റുകൾ വന്ന് നിൽക്കുകയാണ്. ഈ വൈൽഡ് ബീസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്നൊരു ലെപ്പേർഡാണ്, ഒന്നൊരു ലയണാണ്, പിന്നെ ഒരു ഷീ വോൾഫാണ്. ഈ ലെപ്പേർഡും ലയണും ഷീ വോൾഫും സിംബലൈസ് ചെയ്യുന്നത് 3 ഡെഡ്ലി സിൻസ് ആണ്. ലെപ്പേർഡ് സിംബലൈസ് ചെയ്യുന്നത് ലസ്റ്റാണ്, കാമത്തെയാണത് സിംബലൈസ് ചെയ്യുന്നത്. ലയൺ സിംബലൈസ് ചെയ്യുന്നത് പ്രൈഡാണ്, അഹങ്കാരമാണ്. ഷീ വോൾഫ് സിംബലൈസ് ചെയ്യുന്നത് അവാരിസ് ആണ്. അവാരിസ് എന്ന് പറഞ്ഞാൽ ഗ്രീഡ്. അപ്പോൾ ഈ 3 ബീസ്റ്റുകളും ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു പോയിന്റ് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. മുന്നോട്ട് പോയാൽ മാത്രമേ ലക്ഷ്യസ്ഥാനമായ ഹെവനിലെത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ പേടിച്ച് പോവറ്റ് വീണ്ടും
പഴയ സിൻഫുൾ ലൈഫ് ആയ ഡാർക്ക് വുഡ്സിൽ വന്ന് നിൽക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹം ഒരു ഷാഡോ കാണുന്നത്. നോക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഫേവററ്റ് പോവറ്റായ വേർജിലാണ്. അപ്പോൾ വേർജിലാണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റിൽ എത്തുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ബിയാട്രിസ് പറഞ്ഞിട്ട് വന്നതാണ്. ദാറ്റ് ഹി ഹാസ് ബീൻ സെൻറ്റ് ബൈ ബിയാട്രിസ് ഹിസ് ബിലവഡ് ടു ലീഡ് ഹിം ടു സാൽവേഷൻ. ബിയാട്രിസ് പറഞ്ഞത് പ്രകാരം നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ വേർജിൽ പറയുന്നു, ഈ ഹെല്ലും പൊഗേട്രിയും കടന്നാൽ മാത്രമേ ബിയാട്രിസിൻ്റെ അടുത്ത് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ, അതായത് ഹെവനിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ബട്ട് വേർജിൽ സേസ് ദാറ്റ് ഹി വോണ്ട് ബി ഏബിൾ ടു അക്കമ്പനി ഹിം ടു ദ പാരഡൈസ്, ഫോർ ഹി വാസ് എ പേജൻ. പേജനിസം എന്ന് പറയുന്നത് ഒരു ഓൾഡ് റിലീജിയൻ ആണ്, ഒരു പ്രീ ക്രിസ്ത്യൻ റിലീജിയൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിലീജിയസ് ബിലീഫ്സ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഹെവനിൽ എൻട്രി ഇല്ല. ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അതിലേക്ക് എൻട്രി ഉള്ളൂ. അപ്പോൾ എനിക്ക് പകരം നിന്നെ ബിയാട്രിസ് ലീഡ് ചെയ്തോളും എന്ന് പറയുകയാണ്. സോ അവിടെ കൊണ്ടാണ് നമ്മുടെ പോവം തുടങ്ങുന്നത്. നമുക്കിനി ഈ പോവം ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ദിസ് പോവം ഇൻഫോർണോ ഇറ്റ് വാസ് റിട്ടൺ ഡ്യൂറിങ് ഡാൻറ്റേസ് എക്സൈൽ ഫ്രം ഫ്ലോറൻസ്. ഫ്ലോറൻസിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് അദ്ദേഹത്തിന് എക്സൈലിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഒളിവിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പീരീഡിലാണ് അദ്ദേഹം ഈ ഇൻഫേർണോ എഴുതിയത് എന്നാണ് പറയുന്നത്. So lines 49 to 102. The poet, he finds that he is lost in a dark forest where he is confronted with 3 wild beasts, a leopard, the lion and a she-wolf. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. And then a she-wolf, though she was so lean, she looked about to burst, being crammed with cravings. She who had made many draw their breath in pain. The pain she caused to me was so terrible, and such the terror coming from her sight, I lost all hope of climbing up the hill. So here, പോവറ്റിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ആ ഒരു സൺലിറ്റ് ഹിൽ അല്ലെങ്കിൽ മൗണ്ടൻ, അതായത് ഹെവൻ, അത് ക്ലൈംബ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് ഹീ ഈസ് ഹിൻഡേർഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ ഷീ വോൾഫ്. ആ ഷീ വോൾഫ് റിപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്നും നമുക്കറിയാം. റിപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രീഡാണ്. സോ ഷീ ഈസ് സോ ഫിയേഴ്സ്, for she kills whoever comes her way. ആര് അവളുടെ വഴിയിൽ വന്നാലും ഈ ഷീ വോൾഫ് അവരെ കൊല്ലും. ആൻഡ് ഷീ വാസ് ഫിൽഡ് വിത്ത് ക്രേവിങ്സ്. ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബ്ലഡിന് വേണ്ടിയിട്ട്. ആൻഡ് ഷീ ഹാഡ് കിൽഡ് മെനി ഹു കെയിം ഹർ വേ. ഹർ ഫിയറി ഐസ് കണ്ടിന്യൂ ടു സ്പ്യൂ ടെറർ ആൻഡ് ദ പോവറ്റ് ഹാഡ് ടു റിട്രീറ്റ് ടു ദ ഫോറസ്റ്റ്. ഈ ഫിയറി ആയിട്ടുള്ള ഈ ബീസ്റ്റിനെ കണ്ടിട്ട് പോവറ്റിന് ഭയമുണ്ടാവുകയും പോവറ്റ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രമം ഉപേക്ഷിച്ച് തിരിച്ച് വീണ്ടും ആ ഡാർക്ക് ഫോറസ്റ്റിലേക്ക് റിട്രീറ്റ് ചെയ്യുന്നു. ആ ഡാർക്ക് ഫോറസ്റ്റ് സിംബലൈസ് ചെയ്യുന്നത് സിൻഫുൾ ലൈഫാണ്. അപ്പോൾ സിൻഫുൾ ലൈഫിൽ നിന്നൊന്ന് കരകയറാമെന്ന് വിചാരിക്കുമ്പോൾ ഈ ബീസ്റ്റ് സമ്മതിക്കുന്നില്ല, വീണ്ടും തിരിച്ച് ആ ഡാർക്ക് ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. ആൻഡ് ദിസ് ഷീ വോൾഫ്, ഷീ ഈസ് പ്രസൻറ്റഡ് ആസ് എ ലീൻ ക്രീച്ചർ. വളരെ മെലിഞ്ഞിട്ട് നേർത്ത ഒരു ക്രീച്ചറാണ്. ആൻഡ് ഷീ ഈസ് ഓൾസോ റെസ്റ്റ്ലെസ്. ഷീ ഈസ് ആൻഷ്യസ്ലി വെയിറ്റിംഗ് ഫോർ സംബഡി ടു പ്രേ അപ്പോൺ. ഒരു ഇരയെ കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ഷീ വോൾഫ്. ആൻഡ് ഷീ ഈസ് ഓൾസോ എ പവർഫുൾ സിംബൽ ഓഫ് ദ ഇറെസിസ്റ്റിബിൾ സിൻസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് കൺഫ്രണ്ട് വിത്ത്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ലൈഫിൽ ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്ന സിൻസ്, അതും ഇറെസിസ്റ്റിബിൾ സിൻസ്, അതായത് നമുക്കത് കമ്മിറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില സിൻസ് ഉണ്ട്. അത് പലതിനോടുമുള്ള ആർത്തിയാവാം, ഗ്രീഡാവാം, അത്യാഗ്രഹമാവാം. അതാണ് ഈ ഷീ വോൾഫ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സിമ്പിളാണ്. Now, he compares his situation to that of a miser who rejoices with the fortune's favorable turn, but at the same time, the one who bemoans the unfavorable turn of the same. അടുത്തതായിട്ട് പോവറ്റിനെ തന്നെ കമ്പയർ ചെയ്യുന്നത് ഒരു മൈസറിൻ്റെ അവസ്ഥയായിട്ടാണ്. മൈസർ who is happy while he is gaining, and like that miser who is happy while he is gaining, who when luck changes and he starts to lose. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പിശുക്കനായിട്ടുള്ള ഒരു വ്യക്തിയുടെ അവസ്ഥയാണ്. മൈസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ, ഗെയിൻ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷവുമാണ്, അതുപോലെ തന്നെ അതുപോലെ പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സങ്കടമാണ്. അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഞാനും എന്നാണ് പോയിട്ട് പറയുന്നത്. ഈ ഒരു പോയിന്റ് വരെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വോൾഫിൻ്റെ പ്രസൻസ് കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് സ്വർഗം നഷ്ടമായിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അതിയായ സങ്കടവുമുണ്ട്. ദാറ്റ് ഈസ് ഹൗ ഐ വാസ് ഫേസ്ഡ് ബൈ ദറ്റ് റെസ്റ്റ്ലെസ് ബ്രൂട്ട് വിച്ച് ഓൾവേസ് കമ്മിങ് നിയറർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്
drove me back down to where the sun is mute. And this is what he felt while the restless, fierce brute was approaching him. അപ്പോൾ ഇതാണ് പോവറ്റിന് ഫീൽ ചെയ്തത്. ഞാനൊരു മൈസറിനെ പോലെയാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. സ്വർഗം കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം വന്നു. അതുപോലെ തന്നെ ഈ വോൾഫിനെ കണ്ടപ്പോൾ എൻ്റെ സന്തോഷമെല്ലാം പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഫിയേഴ്സ് വോൾഫ് ഇങ്ങനെ പോവറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മാർഗവുമില്ലാതെ പോവറ്റ് ഭയന്ന് നേരെ ആ ഡാർക്ക് ഫോറസ്റ്റിലേക്ക് പോയി. വേർ ദ സൺ ഇസ് മ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ സൺ ഇല്ലാത്ത അവസ്ഥ എന്നുള്ളതാണ്, ലൈറ്റ് ഇല്ലാത്ത അവസ്ഥ. ഇറ്റ് ഇസ് ടോട്ടൽ ഡാർക്ക്നെസ്. ദെൻ സഡൻലി ആസ് ഐ വെൻറ്റ് സ്ലിപ്പിംഗ് ഡൗൺ someone appeared before my very eyes, seemingly through long silence, horse and van. When I caught sight of him in that wide waste, "Take pity on me," I shouted out to him, "whatever you are, a real man or a ghost." So while retreating to the dark forest, the poet, he happened to slip down, and at that point he noticed that somebody was standing before him. Somebody appeared before him. ആ ഡാർക്ക് ഫോറസ്റ്റിൽ, ആ വൈഡ് വേസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡാർക്ക് ഫോറസ്റ്റിനെയാണ്. അവിടെ പെട്ടെന്നൊരു ഹ്യൂജ് ഷാഡോ അദ്ദേഹത്തിന് സ്പോട്ട് ചെയ്യാൻ സാധിച്ചു. അറ്റ് ഫസ്റ്റ് ഹീ കുഡൻറ്റ് ഐഡൻറ്റിഫൈ ദ ഷാഡോ. അപ്പോൾ ആദ്യം ഈ ഷാഡോ ആരുടേതാണ്, ആരാണ് വന്ന് നിൽക്കുന്നത് എന്നൊന്നും മനസ്സിലായില്ല. എനിവേ മറ്റൊരാൾ, പോവറ്റിനെ കൂടാതെ മറ്റൊരാളുകൂടെ വന്നു എന്ന് മനസ്സിലായി. അതുകൊണ്ട് ആരാണെന്ന് പോലും നോക്കാതെ പോവറ്റ് ഉച്ചത്തിൽ വിളിച്ച് ഹെൽപ്പ് ചോദിക്കുകയാണ്. "ടേക്ക് പിറ്റി ഓൺ മീ, ഐ ഡോണ്ട് നോ ഹൂ യു ആർ." നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു റിയൽ മാൻ തന്നെയാണോ അതോ ഒരു സ്പിരിറ്റാണോ ഒരു ഗോസ്റ്റാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും ഇപ്പോൾ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഷാഡോ പതിയെ റിപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. ഹി ആൻസേർഡ്, "നോട്ട് എ മാൻ, ദോ ഐ വാസ് വൺസ്. ബോത്ത് മൈ പേരൻസ് കെയിം ഫ്രം ലൊംബാർഡി ആൻഡ് ബോത്ത് ഓഫ് ദെം വെ നേറ്റീവ് മാൻറ്റുവൻസ്." അപ്പോൾ ഷാഡോ റിപ്ലൈ ചെയ്തത് ഇങ്ങനെയാണ്: "ഐ എം നോട്ട് എ മാൻ നൗ." ഇപ്പം ഞാനൊരു മാനല്ല, പക്ഷേ ഒരിക്കൽ ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. ഇപ്പം ഞാനൊരു സ്പിരിറ്റാണ്. എൻ്റെ പേരൻസ് രണ്ടുപേരും അവർ ലൊംബാർഡിയിൽ ഉള്ളവരായിരുന്നു. ലൊംബാർഡി എന്ന് പറഞ്ഞാൽ നോർത്തേൺ പാർട്ട് ഓഫ് ഇറ്റലിയാണ്. ആൻഡ് ബോത്ത് ഓഫ് ദെം വെയർ നേറ്റീവ്സ് ഓഫ് മാൻറ്റുവ. മാൻറ്റുവൻസ് ആയിരുന്നു അവർ. മാൻറ്റുവ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ പ്രൊവിൻസ് ഓഫ് ലൊംബാർഡി. ലൊംബാർഡിയിലുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് മാൻറ്റുവ. അപ്പോൾ എൻ്റെ പേരൻസ് ലൊംബാർഡിയിൽ മാൻറ്റുവ എന്നുള്ള സ്ഥലത്തു നിന്നുള്ളവരാണ്. ഞാൻ ജനിച്ചത് ഐ കെയിം ടു ബർത്ത് സബ് ജൂലിയോ. ഐ കെയിം ലേറ്റ്. സബ് ജൂലിയോ എന്ന് പറയുന്നത് ഞാൻ ജൂലിയസ് സീസറിൻ്റെ റെയിനിലാണ് ജനിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഐ വാസ് ടു യങ് ഡ്യൂറിങ് ദ ടൈം ടു ഗെറ്റ് അക്വൈൻറ്റഡ് വിത്ത് ഹിം. പക്ഷേ ഞാൻ കുട്ടിയായിരുന്ന ഒരു സമയമായിരുന്നുകൊണ്ട് എനിക്ക് അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ജൂലിയസ് സീസറിൻ്റെ ആ ഒരു റെയിനിലാണ് ഞാൻ ജനിച്ചത്. ടു ബി പ്രിസൈസ്, ഐ ലിവ്ഡ് ഇൻ എ റോം ദാറ്റ് വാസ് അണ്ടർ ദ റൂൾ ഓഫ് ദ ഗുഡ് അഗസ്റ്റസ് സീസർ. ഞാൻ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് റോമൻ എംപററായ അഗസ്റ്റസിൻ്റെ റെയിനിലാണ്. അഗസ്റ്റസ് എന്ന് പറഞ്ഞാൽ ജൂലിയസ് സീസറിൻ്റെ പിൻഗാമിയാണ്. ആൻഡ് ഐ വാസ് എ പോയറ്റ് ആൻഡ് ഐ സാങ് ദ ഗുഡ് സൺ ഓഫ് ആൻചൈസസ് ഹു കെയിം ഔട്ട് ഓഫ് ട്രോയ് വെൻ ഇലിയം വാസ് ബേൺഡ് ഇൻ ഓൾ ഇറ്റ്സ് പ്രൈഡ്. ഇനി എന്നെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് ഞാൻ പറയാം. ഐ വാസ് എ പോയറ്റ്. ഞാനൊരു കവിയായിരുന്നു. ഞാൻ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഏൻഷ്യൻ പീരീഡിൽ നിങ്ങൾ ഓർക്കുക, ഒരിക്കലും വർക്ക്സ് എഴുതി സൂക്ഷിച്ചിരുന്നില്ല. അതിങ്ങനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പാടി നടക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവരെയാണ് റാപ്സോഡ്സ് എന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്, റിസൈറ്റ് ചെയ്യുന്നവർ. അപ്പോൾ ഇവിടെ ഈ പോവറ്റും അങ്ങനെ തന്നെയായിരുന്നു. ഹി വാസ് എ പോവറ്റ് ആൻഡ് ഹി യൂസ് ടു സാങ് ഗുഡ് ഓൾഡ് ടെയിൽസ് ഓഫ് ദ സൺ ഓഫ് ആൻചൈസ്. സൺ ഓഫ് ആൻചൈസ് എന്ന് പറഞ്ഞാൽ ഏനിയസിൻ്റെ റെഫറൻസ് ആണ്. ഏനിയസ് ആരായിരുന്നു? ദ ഗ്രേറ്റ് ട്രോജൻ ഹീറോ ഓഫ് വേർജിൽസ് എയ്നെറ്റ്. വേർജിലിൻ്റെ ഫേമസ് ആയിട്ടുള്ള എയ്നെഡ് എന്നുള്ള എപ്പിക്കിലെ ഗ്രേറ്റ് ഫിഗറാണ് ഏനസ്. ഏനസിൻ്റെ ഫാദറാണ് ആൻചൈസസ്. അതായത് പോയിട്ട് പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഗ്രേറ്റ് വർക്ക്സ് ആയ എയ്നെഡ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ആൻചൈസസിൻ്റെ മകനായ ഏനസിനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. ഗ്രേറ്റ് ട്രോജൻ വാർ ഞാൻ പല വർക്ക്സിലും കോണ്ടെക്സ്റ്റ് ആക്കിയിട്ടുണ്ട്. വെൻ ഇലിയം വാസ് ബേൺഡ് ഇൻ ഓൾ ഇറ്റ്സ് പ്രൈഡ് എന്ന് പറഞ്ഞാൽ ഇലിയം എന്ന് ഉദ്ദേശിക്കുന്നത് ദ സിറ്റി ഓഫ് ട്രോയ്. ട്രോയ് ആണ്. ഹെലന് വേണ്ടിയിട്ടുള്ള ആ ഒരു യുദ്ധമാണ് അവിടെ റെഫറൻസ് ആയിട്ട് വരുന്നത്. ബട്ട് ലെറ്റ് മീ ആസ്ക് യു, വൈ ഡോണ്ട് യു ക്ലൈംബ് അപ്പ് ദ ഡിലൈറ്റ്ഫുൾ മൗണ്ടൻ, ദി ഒറിജിൻ ആൻഡ് കോസ് ഓഫ് പെർഫെക്റ്റ് ജോയ്? അപ്പോൾ ഈ പോവറ്റ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ ആ ഡിലൈറ്റ്ഫുൾ മൗണ്ടൻ ക്ലൈംബ് ചെയ്യാത്തത്? തൊട്ടടുത്തുണ്ടല്ലോ. ദെൻ വൈ ആർ യു നോട്ട് ക്ലൈംബിങ് അപ്പ്?
that delightful mountain which is regarded as the cause of perfect joy. എല്ലാ സന്തോഷത്തിൻ്റെയും ഉറവിടം എന്ന് പറയപ്പെടുന്ന ആ ഒരു ഗ്രേറ്റ് മൗണ്ടൻ നീ എന്തുകൊണ്ടാണ് ക്ലൈംബ് ചെയ്യാതെ ഇങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്നത്? പെട്ടെന്നാണ് ഡാന്റേക്ക് മനസ്സിലായത് ഇത് മറ്റാരുമല്ല, തൻ്റെ ഫേവറേറ്റ് പോവറ്റായ വേർജിൽ തന്നെയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഈ ലോകത്ത് ഏനസിനെ പറ്റി എഴുതിയിട്ടുള്ളത് ആകെ വേർജിൽ മാത്രമാണ്. ഏനയുടെ കമ്പോസ് ചെയ്തിരിക്കുന്നതും വേർജിൽ മാത്രമാണ്. അപ്പം മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, വേർജിൽ തന്നെയാണ്. So suddenly the poet identified the speaker. It was the spirit of the great Roman poet Virgil. റോമൻ പോവറ്റിൻ്റെ സ്പിരിറ്റാണ് അവിടെ നിൽക്കുന്നത്. ഹീ ഈസ് ഓൾസോ ഡെഡ്. അദ്ദേഹം മരിച്ചു. അദ്ദേഹം ഹെല്ലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഹെല്ലിൽ നിൽക്കുന്നതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഒരു പേജനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹെല്ല് ക്രോസ് ചെയ്ത് ഹെവനിലെത്താനുള്ള പെർമിഷൻ ഇല്ല. സോ ദെൻ യു ആർ വെർജിൽ, യു ദറ്റ് സ്പ്രിങ്, ദറ്റ് സ്ട്രീം ഓഫ് eloquence, ദറ്റ് എവർ വൈഡനിങ് റിവർ. ഐ ആൻസർഡ് റെഡ് വിത്ത് റെവറൻസ് ആൻഡ് ഷെയിം. ഭയഭക്തി ബഹുമാനത്തോടുകൂടിയാണ് ഡാന്റേ അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്തത്. ഓ യു ആർ വെർജിൽ, ഞാൻ ഇത്രയും നാൾ ആരാധിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട പോവറ്റാണ്, വെർജിലാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. യു ആർ ദറ്റ് എവർ വൈഡനിങ് റിവർ, ദറ്റ് സ്പ്രിങ്, ദറ്റ് സ്ട്രീം ഓഫ് eloquence. എല്ലാ പോവറ്റ്സിനും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഗ്രേറ്റ് പോവറ്റായ സുപ്രീം പോവറ്റ്, ദ സുപ്രീം പോവറ്റായ വെർജിലാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഓ എവറി പോവറ്റ്സ് ഗ്ലോറി ആൻഡ് ഗൈഡിങ് ലൈറ്റ്. താങ്കൾക്ക് ശേഷം വന്ന എല്ലാ പോവറ്റ്സിനും ഒരു ഗൈഡിങ് ലൈറ്റായിട്ട് മാറിയ വെർജിലാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. സോ മേ ഐ ബി എയ്ഡഡ് ബൈ ദ ലവ് ആൻഡ് സീൽ ദറ്റ് മെയ്ഡ് മീ ടേൺ യുവർ പേജസ് ഡേ ആൻഡ് നൈറ്റ്. യു ആർ മൈ ഓൺലി മാസ്റ്റർ ആൻഡ് മൈ ഓതർ. യു ഓൺലി ആർ ദ വൺ ഫ്രം ഹൂം ഐ ടുക്ക് ദറ്റ് സ്റ്റൈൽ which has bestowed on me such honor. So you are every poet's glory and guiding light. I know that it is from you and you alone all the great poets of this world have derived poetic inspiration. You are a great beacon of hope to me now, and I need your guidance, I need your love, I need your zeal, because I used to turn your pages day and night, and you are my only master and only author. താങ്കൾക്കറിയാമോ, എത്രയോ രാത്രികളിൽ ഞാൻ ഉറക്കം പോലുമില്ലാതെ താങ്കളുടെ വർക്ക്സ് ഇങ്ങനെ പഠിക്കുമായിരുന്നു. ഞാൻ ആഹാരമാക്കിയിരുന്നു താങ്കളുടെ വർക്ക്സ്. ആൻഡ് യു നോ ഇറ്റ് ഈസ് ഫ്രം യു ദാറ്റ് ഐ ഡിറൈവ്ഡ് മൈ ലിറ്റററി സ്റ്റൈൽ. എൻ്റെ സ്റ്റൈല് തന്നെ, എൻ്റെ പോയറ്റിക് സ്റ്റൈല് തന്നെ ഞാൻ ഡിറൈവ് ചെയ്തത് താങ്കളിൽ നിന്നാണ്. അതാണ് ഇന്ന് എനിക്ക് ഇത്രയും വലിയ ഫെയിം കൊണ്ട് തന്നിട്ടുള്ളത്. ആൻഡ് ദാറ്റ് സ്റ്റൈൽ വിച്ച് കൺഫേർട്ട് മീ വിത്ത് ഫെയിം ആൻഡ് ഓണർ. അങ്ങനെയുള്ള വേർജിലാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് താങ്കൾ എനിക്ക് വളരെ വലിയൊരു ഹോപ്പ് തന്നെയാണ്, പ്രതീക്ഷ തന്നെയാണ്. കാരണം അത്രയും വലിയൊരു പ്രതിസന്ധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ നൗ പ്ലീസ് ഹെൽപ്പ് മീ. കാൺട്ട് യു സീ ദ ബീസ്റ്റ് ദറ്റ് ഇസ് നിയറിങ്. താങ്കൾക്ക് കാണാമല്ലോ, ഈ ഒരു ബീസ്റ്റ് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്നെ ഈ അവസ്ഥയിൽ നിന്ന് താങ്കൾ രക്ഷിച്ചേ പറ്റുകയുള്ളൂ. സേവ് മീ ഫ്രം ഹർ, ഓ ഫേമസ് ഫൗണ്ട് ഓഫ് വിസ്ഡം. അദ്ദേഹത്തെ വിളിക്കുന്നത് ദ ഫേമസ് ഫൗണ്ടൻ ഓഫ് വിസ്ഡം എന്നാണ് വിളിക്കുന്നത്. See, the wolf, she is coming nearer and nearer, and she is such a fiery creature that she makes my blood run cold. So please help me out of this situation. എന്നെ ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയേ പറ്റുകയുള്ളൂ. അത് അത്രയും ഫിയറി ആയിട്ടുള്ള ഒരു ക്രീച്ചറാണ്. എനിക്കതിൽ നിന്ന് വേറെ രക്ഷയൊന്നുമില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോവറ്റിൻ്റെ ആരാധനാപാത്രം സംസാരിക്കുകയാണ്. ഹിസ് ഐഡൽ സ്പീക്സ്. Now, you must travel by a different road if you wish to escape from this wild wood. Okay, if you really wish to escape from this wild wood, you must take a different road. For this she-wolf, she is impassible. She won't let people pass along this way. Her nature is so strange and fierce that her avid appetite never gets quenched or never gets slaked. നിനക്ക് ജനുവനായിട്ട് നിനക്ക് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് മുന്നോട്ട് പോകണം. ഇത് തരണം ചെയ്ത് മുന്നോട്ട് നിനക്ക് നിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നീ വേറൊരു വഴി എടുത്തേ പറ്റുകയുള്ളൂ. ഈ വഴിയിലൂടെ പോയാൽ ഉറപ്പായിട്ടും ഈ ഷീ വോൾഫ് നിന്നെ പിടികൂടും. ആ ഷീ വോൾഫിൽ നിന്ന് ആർക്കും രക്ഷയില്ല. നീ മാത്രമല്ല ആദ്യമായിട്ട് ഇതിൻ്റെ മുന്നിൽ വന്ന് ചാടുന്നത്. നിനക്ക് മുന്നേ ഒരുപാട് പേര് ഈ ഒരു വഴിയിൽ റൂയിൻഡായി പോയിട്ടുണ്ട്. സോ ബെറ്റർ യു ടേക്ക് എ ഡിഫറെൻറ്റ് വേ. ഇതിൽ നിന്ന് ഈ ഒരു വഴിയല്ലാതെ മറ്റൊരു വഴി നീ സ്വീകരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആൻഡ് ദിസ് ബീസ്റ്റ്, the reason that you cry out loud, will not let people pass along this way. And this she-wolf, you know, she is impassible. ഇവളെ മറികടന്ന് ആർക്കും പോകാനായിട്ട് സാധിക്കില്ല. She won't let people pass along this way. ഈ ഒരു വഴിയിലൂടെ ആരെയും കടത്തിവിടില്ല ഈ ഒരു ബീസ്റ്റ്. കാരണം അത്രയും ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു ക്രീച്ചറാണ്.
And the nature of her appetite is so strange that it never gets quenched, it never gets slaked, it never gets satisfied. ഒരിക്കലും ആർക്കും അവളുടെ ആ ഒരു ആപ്പറ്റൈറ്റ്, ആ ഒരു അത്യാഗ്രഹം അത് ശമിപ്പിക്കാൻ സാധിക്കില്ല. ആൻഡ് ഷീ ഈസ് ഫൗണ്ട് മോർ ഹംഗ്രിയർ ആഫ്റ്റർ ഫുഡ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഇരയെ കിട്ടിയതിന് ശേഷം ആ ഒരു അത്യാഗ്രഹം കുറച്ചു നേരത്തേക്ക് ശമിക്കും എന്ന് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തെറ്റി. ഇരയെ കിട്ടിക്കഴിയുമ്പോഴാണ് വീണ്ടും ഈ ഹങ്കർ കൂടുന്നത്. അതുകൊണ്ട് അവളുടെ ഈ ഒരു ഗ്രീഡ് അതാർക്കും ക്വെഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് ഷീ വോണ്ട്സ് മോർ പീപ്പിൾ ടു ഫോളോ ഹെർ പാത്ത്, ദാറ്റ് ഈസ് ഗ്രീഡ്. അതുകൊണ്ട് തന്നെ അവൾ റിപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രീഡിനെയാണ്. അപ്പോൾ ആ ഷീ വോൾഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഒരുപാട് പേര് അവളുടെ പാത പിന്തുടർന്ന് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ബെറ്റർ യു ടേക്ക് എ ഡിഫറെൻറ്റ് പാത്ത്. ഷീ ഈസ് ബൈ നേച്ചർ സച്ച് എൻ ഈവിൽ ഡൂവർ, her avid appetite is never slaked, and after food she is hungrier than before. And many are the bees she is mating with, and there will be many more until the hound arrives to bring her to a painful death. So just like you, there are many innocent people or innocent victims who fall prey to her wiles. നീ മാത്രമല്ല, നീയല്ല ആദ്യത്തെ വ്യക്തി. നിനക്ക് മുന്നേ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ഇനി വരികയും ചെയ്യും. And this shall continue to happen. This she-wolf shall continue to reign this place until the greyhound comes for our rescue. നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗ്രേ ഹൗണ്ട് എന്ന് വരുന്നോ അതുവരെ ഈ ഷീ-വോൾഫ് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഇവിടെ ഗ്രേ ഹൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ റെഫറൻസ് ടു എ സേവിയർ, ഒരു രക്ഷകൻ. ആൻഡ് ദറ്റ് സേവിയർ ഹി ക്യാൻ ബി എ റിലീജിയസ് ഫിഗർ and also a political one, who would make a second coming or a second appearance as if to fulfill an age-old prophecy, that is to slay the beast and restore the former peace. ഈ ഗ്രേ ഹൗണ്ട് എന്നുള്ളത് ആരുമാകാം, ഒരു സേവിയറാണ്, ഒരു രക്ഷകനാണ്. ഒരു പക്ഷേ അത് ക്രൈസ്റ്റിനെ പോലെ അല്ലെങ്കിൽ ക്രൈസ്റ്റിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സേവിയർ ആവാം. പണ്ടെങ്ങോ നടന്ന ഒരു പ്രൊഫസി അത് ഫുൾഫിൽ ചെയ്യാനെന്നുള്ള രീതിയിൽ, ഒരു പ്രവചനം അത് ഫുൾഫിൽ ചെയ്യാനെന്നുള്ള രീതിയിൽ രക്ഷകനായിട്ട് വന്നേക്കാം ഈ ഗ്രേ ഹൗണ്ട്. അതൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു സൈഡാണ്. ഇതിന് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സൈഡ് കൂടെ ഉണ്ട്, ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൂടിയുണ്ട്. ഇറ്റ് ക്യാൻ ഓൾസോ ബി എ പൊളിറ്റിക്കൽ ഫിഗർ. സോ ദി ഐഡൻറ്റിറ്റി ഓഫ് ദ ഗ്രേ ഹൗണ്ട് ഹാസ് ബീൻ വൈഡ്ലി ഡിസ്പ്യൂട്ടഡ്. ഇപ്പോഴും ആ ഗ്രേ ഹൗണ്ടിൻ്റെ ഐഡൻറ്റിറ്റി കൃത്യമായി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പല ക്രിറ്റിക്സും പല രീതിയിലാണത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. ഒരു വിഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സം ബിലീവ് ദാറ്റ് ദ ഗ്രേ ഹൗണ്ട് ഇസ് ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് പലരും പറയുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഒരു സെക്കൻഡ് കമ്മിങ് ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചില ക്രിറ്റിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ റെഫറൻസ് ടു ദ ഹോളി റോമൻ എംപറർ ഹെൻറി സെവൻ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇലക്ട് ചെയ്യപ്പെട്ട ഹെൻറി 7 അദ്ദേഹത്തെയാണ് ഇവിടെ സേവിയറായിട്ട്, അതായത് ഗ്രേ ഹൗണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് ഫ്ലോറൻസിൽ നടന്നിരുന്ന കുറച്ച് പൊളിറ്റിക്കൽ ടെർമോയിൽ അത് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതെന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷകനെ പോലെ ഹെൻറി 7 വരുമെന്നും ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു സമാധാനം, പീസ്, അത് റിസ്റ്റോർ ചെയ്യും ഇറ്റലിയിൽ എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടിയാണത്. അപ്പോൾ രണ്ട് രീതിയിലാണ് ആ ഇൻ്റർപ്രിട്ടേഷൻ പോകുന്നത്. ഒന്ന് റിലീജിയസ് ആണ്, ഒന്ന് പൊളിറ്റിക്കലാണ്. ഹവവർ, the poem, it can be viewed either as an allegorical representation of the spiritual journey undertaken by we human beings. നമ്മൾ ഓരോരുത്തരും അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു ജേർണി, സ്പിരിച്വൽ ജേർണി, അതിൻ്റെ ഒരു അലിഗറി, ഒരു സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് കൺസിഡർ ചെയ്യാം. ആൻഡ് വി വിൽ ഹാവ് ടു ഫേസ് സ്പൊറാഡിക് മിസ്ഫോർച്യൂൺ ഇൻ ദ കോഴ്സ് ഓഫ് ദ സെയിം. അല്ലേ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനം കൈവരിക്കുന്നതിന് നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ, അങ്ങിങ്ങായിട്ട് നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഒരു സിംബോളിക് റിപ്രസെൻറ്റേഷനായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ അലിഗറി ആയിട്ടും കൺസിഡർ ചെയ്യാം. വേ എ സ്റ്റേറ്റ് ഇസ് എക്സ്പെക്ടിങ് ദി അറൈവൽ ഓഫ് എ പൊളിറ്റിക്കൽ സേവിയർ ടു റെസ്ക്യൂ ദം ആൻഡ് റിസ്റ്റോർ ദ ഫോമർ പീസ്. അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ രക്ഷകനായിട്ട് വരുന്ന ഒരു വ്യക്തി, അതുമാവാം. അത് ചിലപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആവാം. അപ്പോൾ ഏതൊരു കോണ്ടെക്സ്റ്റിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തീമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ക്ലാസിക് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. സോ ഡാന്റെയുടെ ഈ ഡിവൈൻ കോമഡി, ഇതിലെ ഇൻഫോണോ നമുക്ക് പഠിക്കാനുള്ള അതേ പോർഷൻ, അതിനോട് സാമ്യമുള്ള മറ്റൊരു വർക്ക് കൂടെ ഉണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ, ജോൺ ബന്യൻ്റെ ദ പിൽഗ്രിംസ് പ്രോഗ്രസ്. അതിൽ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു ജേർണിയാണ്. അദ്ദേഹത്തിൻ്റെയും ലക്ഷ്യസ്ഥാനം
സിറ്റി ഓഫ് സാൽവേഷൻ ആണ്. സോ ഹവർ ദറ്റ് ഇസ് all about Dante's Inferno, Canto 1, lines 49 to 102. So thank you for listening and watching.